കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 011. നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി 1 എന്ന പേപ്പറിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വെച്ച് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഫോക്കസ് ഏതൊക്കെ ടോപ്പിക്സിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു IGNO Focus 5.0 previous year question paper ultimate analysis MCH 011 inorganic chemistry 1. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ഈ ഒരു MCH 011 ഇനോർഗാനിക് കെമിസ്ട്രി 1 എന്ന ഒരു പേപ്പറിനെ വളരെ ഡീപ്പായി അനലൈസ് ചെയ്ത് കംപ്ലീറ്റ് ഡാറ്റാസ് ഈ ഒരു പേപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കലി ഏതൊക്കെ യൂണിറ്റ്സിൽ ഏതൊക്കെ കോൺസെപ്റ്റിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം നമ്മുടെ വരാൻ പോകുന്ന 23rd നടക്കാൻ പോകുന്ന എക്സാമിന് നമ്മൾ. സോ ആ ഒരു അങ്ങനെ ഇത്രയും ഡീപ്പായി അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം ചില ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ആയിരിക്കും. ആ ഒരു ഷോർട്ട് ആൻസർ ഒരുപാട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തൊരു സെഷൻ ആണത്. സോ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തും ഏത് ടോപ്പിക്കിൽ നിന്നാണ് പഠിക്കേണ്ടത്, ഏത് ടോപ്പിക്കിൽ നിന്ന് ഏത് രീതിയിൽ പഠിക്കണം. ഷോർട്ട് ആൻസറിന് പഠിക്കുന്ന രീതിയിലാവില്ല നമ്മൾ ലോങ് ആൻസറിന് പഠിക്കേണ്ടത്. സോ ഓരോ ടോപ്പിക്സും സ്ട്രാറ്റജിക്കലി പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് സിലബസ് മാപ്പിംഗ് ചെയ്യാനുണ്ട്. നമുക്കറിയാം ഇഗ്നോയുടെ എല്ലാ കോഴ്സിനെയും ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആക്കി കണ്ട് ഓരോ കോഴ്സിനെയും ബ്ലോക്ക് വൈസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സുകളാണ് ഇമ്പോർട്ടന്റ്, ഓരോ യൂണിറ്റ്സിലും ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ വരുന്നത്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം 50 ഔട്ട് ഓഫ് 50 ആയിരിക്കും നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുക. സോ ആ ഒരു ഔട്ട് ഓഫ് 50 എങ്ങനെയാണ് ആ ഒരു 50 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. റിപ്പീറ്റഡ്ലി കുറച്ച് ചോദിക്കുന്ന ചില ടോപ്പിക്സ് ഉണ്ട്, ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. പിന്നെ ഏത് ടോപ്പിക്സ് ആണ് പ്രോബബിലിറ്റി കൂടുതലായിട്ട് പ്രോബബിളി ചോദിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതായത് ഒരുപാട് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള നമ്മുടെ ഡിസംബർ 2025ലെയും ജൂൺ 2025ലെയും എല്ലാ എക്സാമിനും ഒരുപാട് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫൈനലി ഇതിന്റെ എല്ലാം ബേസിസിൽ ഇപ്പൊ വരുന്ന ഈ ഒരു മാറുന്ന സ്ട്രാറ്റജിയും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മളൊരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഓവറോൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിസംബറിലെയും ജൂണിലെയും എല്ലാ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്തിട്ട് ഏത് ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ്, ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ്, ഒരു യൂണിറ്റിൽ ഏത് ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ്, അതിനകത്ത് നമ്മൾ എങ്ങനെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഏത് ടോപ്പിക്സ് നമ്മൾ ഫസ്റ്റ് നോക്കണം, ഏത് ടോപ്പിക്സിൽ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതെന്താവും നിങ്ങൾക്ക്, ഇത് മാത്രല്ല ഇപ്പം മീൻസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ചെറിയൊരു ചേഞ്ചും കൂടെ വരുന്നുണ്ട്. ആ ചേഞ്ചും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഓവറോൾ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ചേഞ്ചും കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മളിവിടെ ടോപ്പിക്സും യൂണിറ്റ്സും എല്ലാം അതിന്റെ റെലവൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സിലബസ് മാപ്പിങ്ങിലോട്ട് പോവാം.
നമുക്കറിയാം ബ്ലോക്കും യൂണിറ്റ്സ് ആക്കിയിട്ട് നമ്മുടെ പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ് സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 1 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ് 4 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ലോ കാറ്റഗറി സെയിം ലോ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ് സെയിം ബ്ലോക്കിലെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ദ സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസും യൂണിറ്റ് 3 ഫോസ്ഫറസ് നൈട്രജൻ ആൻഡ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്. അതുപോലെ ബ്ലോക്ക് 2 ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 4 ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന ഒരു ടോപ്പിക്കും എന്താണ് ലോ റെലവൻസ്. അതിനകത്തുനിന്ന് 3 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ലോ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ സെയിം ബ്ലോക്ക് 2 യൂണിറ്റ് 5 മെറ്റൽ കാർബോണിൽസ്, യൂണിറ്റ് 6 മെറ്റൽ പൈ കോംപ്ലക്സസ്, യൂണിറ്റ് 7 മെറ്റൽ പൈ കോംപ്ലക്സസ് 2, യൂണിറ്റ് 8 മെറ്റൽ ക്ലസ്റ്റേഴ്സ്, യൂണിറ്റ് 9 മെറ്റൽ ക്ലസ്റ്റേഴ്സ് 2. ഇതിനകത്ത് നിന്നെല്ലാം 3ഉം 4ഉം 2ഉം തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതെല്ലാം എന്താണ് ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇനി ബ്ലോക്ക് 3 ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ യൂണിറ്റ് 10 യൂണിറ്റ് 10 ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന ടോപ്പിക്. അതുപോലെ സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 11 അപ്ലിക്കേഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന ടോപ്പിക്. ഈ ടോപ്പിക്സ് ഒന്നും 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. സോ ഇതും എന്താണ് ലോ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 4 ഡി മെറ്റൽ കോംപ്ലക്സസ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്ര. അതിനകത്ത് യൂണിറ്റ് 12 ബേസിക്സ് ഓഫ് മാഗ്നെറ്റോ കെമിസ്ട്രി എന്ന ടോപ്പിക്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇറ്റ് ഹാസ് ആൾസോ ലോ റെലവൻസ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഡി മെറ്റൽ കോംപ്ലക്സസ് മാഗ്നറ്റിസം. ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 14 ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ്. യൂണിറ്റ് 15 ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര ആൻഡ് അസൈൻമെന്റ് ഓഫ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. ഇതെല്ലാം ലോ റെലവൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ഒരു പാറ്റേൺ വരുന്നത് ആക്ച്വലി ഹൈ റെലവൻസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 10ൽ കൂടുതൽ തവണ ഒരു ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്താലാണ് ഹൈ റെലവൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ യൂണിറ്റുകളെല്ലാം ലോ റെലവൻസിൽ വരുന്നത്. ഇതിന്റെ അർത്ഥം ഇതൊന്നും നിങ്ങൾ പഠിച്ചു പോകണ്ട എന്നല്ല. ഇതിനകത്ത് നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്സ് എന്നെല്ലാം ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോ ടോപ്പിക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ് 4 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് 3 തവണ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മെറ്റൽ പൈ കോംപ്ലക്സിൽ നിന്ന് 4 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മെറ്റൽ ക്ലസ്റ്റേഴ്സിൽ നിന്ന് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബേസിക്സ് ഓഫ് മാഗ്നെറ്റോ കെമിസ്ട്രി, അതുപോലെ അപ്ലിക്കേഷൻസ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, മെറ്റൽ ക്ലസ്റ്റേഴ്സ്, ഇതിനെല്ലാം 2, 3, 4 തവണയായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 10ൽ കൂടുതൽ തവണ വരാത്തത് കൊണ്ട് ഹൈ റെലവൻസിൽ വന്നില്ല എന്നേ ഉള്ളൂ. 5ൽ കൂടുതൽ തവണ വരാത്തത് കൊണ്ട് മീഡിയം റെലവൻസും വന്നില്ല. ലെസ് ദാൻ 5 ആയതുകൊണ്ടാണ് ലോ റെലവൻസിൽ വന്നത്. ബട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ടോപ്പിക്സ് എന്നെല്ലാം ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി ചോദിച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ തവണയോ ചോദിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് തന്നെയാണ്. ഓക്കെ, സോ നമ്മളിപ്പം അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാർ ചാർട്ട് ആണത്. ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്ക് 2 ആണ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എന്താണെങ്കിലും പഠിച്ചു പോകേണ്ട ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 2. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ഉം ഏകദേശം സെയിം ലെവൽ തന്നെയാണ്. ദെൻ ബ്ലോക്ക് 3. അങ്ങനെയാണ് ഒരു ഓവറോൾ ഡാറ്റ നമുക്ക് തരുന്നത്. ഓക്കെ, ഈ സെയിം ഡാറ്റയുടെ ബേസിസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 3 ഹൈ ഈൽഡ് ഏരിയാസ് നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകേണ്ട കുറച്ച് ഏരിയാസ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിസംബർ 24ലെയും ജൂൺ 25ലെയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണത്. അതിനകത്ത് യൂണിറ്റ് 1 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പീരിയോഡിക് ട്രെൻഡ്സ് മെയിൻ ഗ്രൂപ്പ് പ്ലസ് ട്രാൻസിഷൻ എലമെന്റ്സ് 4 തവണ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അറ്റോമിക് റേഡിയൈ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതെല്ലാം ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഇത് 3 എന്താണെങ്കിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ യൂണിറ്റ് 6 മെറ്റൽ പൈ കോംപ്ലക്സസ് 1 ഇൻക്ലൂഡിംഗ് നൈട്രോസിൽ ആൻഡ് പൈ ലിഗാൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഡെഫിനീഷൻസ്, കോർഡിനേഷൻ മോഡ്സ്, എക്സാമ്പിൾസ് എല്ലാം വരണം. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ 3 കാര്യം എന്താണെങ്കിലും കവർ ചെയ്യണം. ദെൻ യൂണിറ്റ് 4, 5, 8
കോർ ഓർഗാനോ മെറ്റാലിക് ആൻഡ് ക്ലസ്റ്റർ കെമിസ്ട്രി. ഓർഗാനോ മെറ്റാലിക്സ്, കാർബോണിൽസ്, ബൊറൈൻസ്, ക്ലസ്റ്റേഴ്സ്, കാർബൊറൈൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് മൂന്നിൽ കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട്. ഇവിടെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് EAN റൂളും 18 ഇലക്ട്രോൺ റൂളും, ടോൾമാൻ ആംഗിൾ, ടോൾമാൻ ടൈപ്പ് ഐഡിയാസ്, ബൊറൈന്, കാർബൊറൈന്, ക്ലസ്റ്റർ കോൺസെപ്റ്റ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, യൂണിറ്റ് 1 നിന്നും യൂണിറ്റ് 6 നിന്നും നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് 1, യൂണിറ്റ് 6, അതുപോലെ യൂണിറ്റ് 4, 5, 8 ഇതെല്ലാം നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 4, 5, 8 ഒന്നും കൂടെ കോൺസെപ്ച്വൽ വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. CFT, അതുപോലെ മാഗ്നറ്റിസം, സ്പെക്ട്രാസ്, ഇതൊക്കെയാണ് കവർ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ യൂണിറ്റ് 1 യൂണിറ്റ് 6 എല്ലാം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. ഇനി എങ്ങനെയാണ് നമ്മൾ ഓവറോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, നമുക്ക് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പൊ ഒരു 10 to 15 മാർക്കിന്റെ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 250 to 300 വേർഡ്സിലായിരിക്കണം ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. ഓരോ ടോപ്പിക്സിനും ചെറിയ ചെറിയ സബ് ടൈറ്റിൽസ് കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യാം, അതിന്റെ താഴെ തന്നെ ആ ഒരു ടോപ്പിക്കിന്റെ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ EAN റൂൾ ആണെങ്കിൽ ജസ്റ്റ് EAN റൂൾ എന്താണെന്ന് പ്ലേസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് EAN റൂൾ ഒന്നും എസ്എ ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഇല്ല, ഷോർട്ട് നോട്ടിലൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എസ്എനെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു രീതിയാണ് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ EAN റൂൾ ആണെങ്കിൽ എന്താണ് EAN റൂൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ എക്സ്പ്രഷൻ ഒന്ന് കൊടുക്കണം, അതിന്റെ എക്സ്പ്രഷനിൽ ഓരോ ടേം എടുത്ത് എഴുതണം. പിന്നെ അതിൽ വരുന്ന സബ് ടോപ്പിക്സ്, അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം എടുത്ത് അങ്ങനെ എഴുതാം. അങ്ങനെ ഏതൊരു ടോപ്പിക്കാണ്, ഇപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ആണെങ്കിൽ എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, അത് എന്തുകൊണ്ടാണ് അറൈസ് ചെയ്തത്, ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. പിന്നെ അതിനെ തുടർച്ചയായിട്ട് വരുന്ന ചെറിയ, ഇപ്പൊ കാർബോറൈൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാനുണ്ടാകും അല്ലെ. കാർബോറൈനിന്റെ ജനറൽ ഫോർമുല, അതുപോലെ കാർബോറൈൻസിൽ അയോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ എഴുതാം. ജസ്റ്റ് ഫൈനലി ഒരു കൺക്ലൂഷനും കൂടെ കൊടുക്കുക. ഇനി ഷോർട്ട് നോട്ട് ആണെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. 80 to 120 വേർഡ്സിൽ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. ന്യൂമറിക്കൽ പ്രോബ്ലംസും 5 to 10 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലം എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ആൻസർ ബുക്ക്ലെറ്റിൽ ഉണ്ടായിരിക്കണം. ദെൻ ആ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട എക്സ്പ്രഷൻസ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രോപ്പർലി കാണിക്കാം. എന്നിട്ട് സോൾവ് ചെയ്യുന്നതും കാണിച്ച് ഫൈനൽ ആൻസർ യൂണിറ്റ് ഉണ്ടെങ്കിൽ വിത്ത് യൂണിറ്റ് തന്നെ, ഇപ്പൊ CFSE കാൽക്കുലേഷൻ ഒക്കെ ആണെങ്കിൽ യൂണിറ്റ് ഉണ്ടാകും, വിത്ത് യൂണിറ്റ് തന്നെ എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി കോൺസെപ്ച്വൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസും കൊടുക്കുക. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഡയഗ്രാം പെർട്ടിക്കുലർലി ലാബൽ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ നമ്മുടെ CFSE ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് T2G ഓർബിറ്റൽ, ഏതാണ് EG ഓർബിറ്റൽ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ലാബൽ ചെയ്തിട്ടുണ്ട്. മോളിക്കുലാർ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ അറ്റോമിക് ഓർബിറ്റൽസും മോളിക്കുലാർ ഓർബിറ്റൽസും 1s ഏതാണ്, 1s മീൻസ് ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണിക്കുക. 2 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നതും എന്നിട്ട് സിഗ്മ 1s ആയിട്ട് മാറുന്നതോ, പ്രോപ്പർ ആയിട്ട് 1s അറ്റോമിക് ഓർബിറ്റൽ ഏതാണ്, സിഗ്മ 1s മോളിക്കുലാർ ഓർബിറ്റൽ ഏതാണെന്നൊക്കെ പ്രോപ്പർ ആയിട്ട് ലാബൽ ചെയ്തിട്ട് തന്നെ സ്ട്രക്ചർ കൊടുക്കണം. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, വളരെ റയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. വളരെ റയർ ആയിട്ട് ചോദിക്കുക, ജസ്റ്റ് ആ ഒരൊറ്റ വേർഡ് മാത്രം എഴുതിയാൽ മതി. ഇനി എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ മെയിൻ ആയിട്ടും വരുന്ന എസ്എ ടൈപ്പിൽ മെയിൻ ആയിട്ടും കുറച്ച് ചോദിക്കുന്ന ഏരിയാസ് ആണ് പീരിയോഡിസിറ്റി, ഓർഗാനോ മെറ്റാലിക്, ബോണ്ടിങ്, CFT ആപ്ലിക്കേഷൻസ് എല്ലാം 10 to 15 മാർക്സിന് വരെ ചോദിക്കാനുണ്ട് അത്. സോ ഒരു 250 to 300 വേർഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യുക. ഇനി ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മതി. വളരെ പ്രിസൈസ് ആയിട്ട് ആ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനകത്ത് ഏതെങ്കിലും സബ് ടോപ്പിക്സ് വരുന്നുണ്ടെങ്കിൽ അതും വളരെ പ്രിസൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ EAN റൂള്, ജാൻടെല്ലർ ഡിസ്റ്റോഷൻ ഒക്കെ ഷോർട്ട് നോട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു 100 വേർഡ്സിലൊക്കെ എന്ത് ചെയ്യാം,
ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇതുപോലെ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേഷൻ, CFSE കാൽക്കുലേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇലക്ട്രോൺ കൗണ്ട്, ഇതെല്ലാം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന്. സോ 5 to 10 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്രഷൻസും സബ്സ്റ്റിറ്റ്യൂഷൻസും എല്ലാം പ്രോപ്പർ ആയിട്ട് കാണിക്കണം. കൺസെപ്ച്വൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡെഫിനീഷൻസിനെ തന്നെയാണ്. ഇനി എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കറക്റ്റ് കോളം വരച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മെക്കാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് കാണിക്കുക. അപ്പൊ സിഗ്മ വേഴ്സസ് പൈ ബോണ്ടിങ് അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, വളരെ പ്രിസൈസ് ആയിട്ട് ലോജിക്കൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസും കൂടെ കൊടുക്കുക. നമുക്കിനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ബ്ലോക്ക് 1 മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന ബ്ലോക്കിൽ നിന്ന് ആവറേജ് 28 മാർക്സിനാണ് നമ്മൾ ഔട്ട് ഓഫ് 100 28 മാർക്കിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് 28% ക്വസ്റ്റ്യൻസ്. ഇനി ബ്ലോക്ക് 2 ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി ആണെങ്കിൽ 34% ക്വസ്റ്റ്യൻസ്. ബ്ലോക്ക് 3 ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് അപ്ലിക്കേഷൻ ഏകദേശം 20% ആണ് വരുന്നത്. ബ്ലോക്ക് 4 മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്ര 18% ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അതിനകത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഈ ഗ്രാഫ് കാണിച്ചിട്ടുള്ളത് ആക്ച്വലി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസംബർ 21 അത്യാവശ്യം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് വളരെ ഡീക്ലൈൻ ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. 25 നന്നായിട്ട് കുറഞ്ഞു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എന്നാൽ ഷോർട്ട് ആൻസർ, ഈ ഓറഞ്ച് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന്റെ ഒരു ട്രെൻഡ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഈ ഗ്രീൻ ലൈന്, അതിങ്ങനെ കുറയുന്നുണ്ട്. പിന്നെ ഡിസംബർ 23 ഒരു ഇൻക്രിമെന്റ് കാണിക്കുന്നുണ്ട്. ജൂൺ 24 ഒന്ന് കുറഞ്ഞു. ഡിസംബർ 24 സെയിം പാറ്റേൺ ആയിരുന്നു. ജൂൺ 25 ഒന്ന് കുറഞ്ഞിട്ടാണുള്ളത്. സോ ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. മേ ബി ഇനി കൂടാം അല്ലെങ്കിൽ ഇനിയും കുറയാം, അങ്ങനെ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റൂല. കോൺസെപ്ച്വൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടുന്നുണ്ട്. ജൂൺ 23 കഴിഞ്ഞ് ഡിസംബർ 23 വരുമ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ജൂൺ 24 പിന്നെയും കൂടി പോവുക തന്നെയാണ്. ജൂൺ 25 പിന്നെ ഒരു കൂടുതൽ തന്നെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ കോൺസെപ്ച്വൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം എക്സ്പെക്ട് ചെയ്യണം. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഈ ഗ്രാഫിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഏകദേശം ഒരു 35% ഡിക്രീസ് ആണ് കാണിക്കുന്നത്. 35% നിന്ന് 26% ഒരു ഡിക്രീസ് ആണ് കാണിക്കുന്നത്. എന്നാൽ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഒരു 23% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കൽ ടൈപ്പ് ആ ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ തന്നെ പോകുക, ഏകദേശം ഒരു 18% അത്രയും സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു 100 മാർക്ക് പേപ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യന് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 മാർക്ക് എക്സ്പെക്ട് ചെയ്താൽ ഒരു 1 അവർ കൊണ്ട് തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഒരു 4 to 6 ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ്, ഇത് 100 കാര്യമാണ് പറയുന്നത്. 4 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആവറേജ് 30 മാർക്സിൽ എന്ത് ചെയ്യാം, അതും നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ അതും ഒരു 1 അവർ കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് 2 to 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം 20 മാർക്സിന്. അതൊരു 40 മിനിറ്റ്സ് കൊണ്ട് മാക്സിമം എഴുതി തീർക്കാൻ നോക്കുക. കോൺസെപ്ച്വൽ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻസ് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതും ഒരു 20 മാർക്സിനായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ അതും എന്ത് ചെയ്യാം, 35 മിനിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ആ ഒരു കംപ്ലീറ്റ് 3 ഹവറിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓരോ ക്വസ്റ്റ്യൻസും എഴുതുന്ന സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഓരോ സെക്ഷൻസും കവർ ചെയ്തിട്ട് പോവുക. സ്ട്രാറ്റജിക്കലി സയന്റിഫിക് ആയിട്ട് തന്നെ, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നമ്മുടെ ഒരു പേപ്പർ എടുക്കുന്ന സമയത്ത് പിന്നെ ഫസ്റ്റ് തുടക്കത്തില് അറിയാത്തത് നമുക്ക് പോവാതെ ഫസ്റ്റ് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ എഴുതി പോവാം. അപ്പൊ ഫസ്റ്റ് എല്ലാം നോക്കുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് അവർക്ക് മാർക്ക് ചെയ്ത് പോകാനും എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് എല്ലാം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യുക, ലാസ്റ്റിലോട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് വെക്കുക. പിന്നെ ഫസ്റ്റ് തന്നെ എന്താ പറയാ, വെട്ട് കുത്ത് അങ്ങനെ വലിയ ക്രോസ് അങ്ങനത്തതൊന്നും ഫസ്റ്റ് തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ ലൈൻ കൊണ്ട് മാത്രം ക്രോസ് ചെയ്യുക.
ഒരുപാട് ബ്ലാക്കിഷ് ഒന്നും ആക്കാതെ. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദി 18 ഇലക്ട്രോൺ റോൾ, ഇലസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കാർബോണേറ്റ്സ്. ഏകദേശം 6 തവണ ചോദിച്ചിട്ടുണ്ട്. 18 ഇലക്ട്രോൺ റൂളിനെ കുറിച്ചാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 18 ഇലക്ട്രോൺ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ്? ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സുകൾ സ്റ്റേബിൾ ആയിരിക്കും when the total electrons around the metal is 18. So 1s ഓർബിറ്റൽ ആണെങ്കിൽ 2 ഇലക്ട്രോൺ, 3p ഓർബിറ്റൽസ് ആണെങ്കിൽ 6 ഇലക്ട്രോൺ, 5d ഓർബിറ്റൽസ് ആണെങ്കിൽ 10 ഇലക്ട്രോൺ. സോ ടോട്ടൽ 18 ഇലക്ട്രോൺസ് വരും. സിമിലർ ടു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആകും. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റേബിൾ ആയത്? അവിടെ മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ് മാക്സിമം ആയിരിക്കും, മെറ്റൽ റിയാക്ടിവിറ്റി മിനിമം ആയിരിക്കും, ഹൈ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആയിരിക്കും. ഇനി ഒന്നോ രണ്ടോ എക്സാമ്പിൾസും കൂടെ കൊടുക്കാം. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ കാര്യം പറയാം. അവിടെ പൈ ബാക്ക് ബോണ്ടിങ് ഉണ്ട്. അതെന്തുകൊണ്ട് സ്റ്റെബിലൈസ്? NiCO4 ഒക്കെ വളരെ സിമ്പിളാ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. FeCO5 അങ്ങനെ കുറച്ച് നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ എക്സാമ്പിൾസും കൂടെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ദി ബോണ്ടിങ് ഇൻ പൈ കോംപ്ലക്സസ് സച്ച് ആസ് മെറ്റൽ ആൽക്കീൻ ആൻഡ് മെറ്റൽ അരീൻ കോംപ്ലക്സസ് യൂസിംഗ് ദി ദീവാർ ചാർട്ട് ഡൻഗാൻസൺ മോഡൽ. സോ നമ്മുടെ പൈ കോംപ്ലക്സുകളുടെ എന്താണ്, മെറ്റൽ ആൽക്കീൻ കോംപ്ലക്സുകളുടെ പൈ കോംപ്ലക്സസ് ആയിട്ടുള്ള മെറ്റൽ ആൽക്കീൻ ആൻഡ് മെറ്റൽ അരീൻ കോംപ്ലക്സിനെ കുറിച്ചാണ് ബോണ്ടിങ് ആണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ബൈ യൂസിങ് ദീവാർ ചാർട്ട് ഡൻഗാൻസൺ മോഡൽ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ദീവാർ ചാർട്ട് ഡൻഗാൻസൺ മോഡൽ, DCD മോഡൽ എന്താണെന്ന് പറയാം. അതെന്തായിരുന്നു? പൈ കോംപ്ലക്സുകളുടെ ബോണ്ടിങ് ഒക്കർ ചെയ്യുന്നത് രണ്ട് സൈമൾട്ടേനിയസ് ഇന്ററാക്ഷൻ വഴിയാണ്. ഒന്ന് സിഗ്മ ഡൊണേഷനും മറ്റൊന്ന് ബാക്ക് ഡൊണേഷനും. സിഗ്മ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഫിൽഡ് പൈ ഓർബിറ്റൽ ഓഫ് ആൽക്കീൻ ടു എംറ്റി മെറ്റൽ ഡി ഓർബിറ്റൽ. ആൽക്കീനിന്റെ ഫിൽഡ് പൈ ഓർബിറ്റലിൽ നിന്ന് മെറ്റലിന്റെ എംറ്റി ഡി ഓർബിറ്റലിലോട്ട്. ലിഗാൻഡ് ഇവിടെ ലൂയിസ് ബേസ് ആക്ട് ചെയ്യും, മെറ്റൽ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. പൈ ബാക്ക് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഫിൽഡ് മെറ്റൽ ഡി ഓർബിറ്റലിൽ നിന്ന് വാക്കന്റ് പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓഫ് ദ ലിഗാൻഡ്. അങ്ങനെ ആയിരിക്കും ഡൊണേഷൻ നടക്കുന്നുണ്ടാവുക. മെറ്റൽ ലിഗാൻഡ് ബോണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യും. അതേസമയം കാർബൺ കാർബൺ ബോണ്ടിനെയോ അല്ലെങ്കിൽ അരോമാറ്റിക് കാർബൺ ഡബിൾ ബോണ്ടിനെയോ അല്ലെങ്കിൽ അരോമാറ്റിക് ബോണ്ടിനെയോ അതെന്ത് ചെയ്യും? വീക്കൻ ചെയ്യും. സോ നമുക്ക് ഇവിടെ മെറ്റൽ ആൽക്കീൻ കോംപ്ലക്സ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സീ സാൾട്ട്, KPtCl3C2H4H2O. അതിന്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്ന ആൽക്കീൻ എന്തിലോട്ടാണ്? ആൽക്കീൻ എന്ത് ചെയ്യും? പ്ലാറ്റിനത്തിലോട്ട് ഡൊണേറ്റ് ചെയ്യും. പ്ലാറ്റിനം പൈ സ്റ്റാർ ഓർബിറ്റലിലോട്ട് ബാക്ക് ഡൊണേറ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതാം. വേറൊരു ETA6 ബെൻസീൻ CrCO ത്രൈസ്. ഈ കോംപ്ലക്സുകളെല്ലാം എന്ത് ചെയ്യാം? എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ എക്സാമ്പിൾ എഴുതി പോവല്ല, ജസ്റ്റ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ നടക്കുന്ന ഡൊണേഷൻസ്, മെറ്റൽ ടു ലിഗാൻഡ് ടു മെറ്റൽ ഡൊണേഷൻ എങ്ങനെയാണ്, മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ഡൊണേഷൻ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ആർ ദി ബെൻഡ് ആൻഡ് ലീനിയർ നൈട്രോസിൽ കോംപ്ലക്സസ്, എക്സ്പ്ലെയിൻ ദെയർ സ്ട്രക്ചർ ആൻഡ് ഇലക്ട്രോൺ കൗണ്ടിങ്. 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ നൈട്രോസിൽ ലിഗാൻഡ്, ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നൈട്രോസിൽ കോംപ്ലക്സിലോട്ട് പോകുന്നതിന്റെ മുന്നേ എന്താണ് നൈട്രോസിൽ ലിഗാൻഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നൈട്രോസിൽ ലിഗാൻഡ് എന്താണ്? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. മീൻസ് രണ്ട് ജോമെട്രിയിൽ അതിനെ ബൈൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ലീനിയർ ജോമെട്രിയും മറ്റൊന്ന് ബെൻഡ് ജോമെട്രിയും. ലീനിയർ നൈട്രോസിൽ കോംപ്ലക്സ് ആണെങ്കിൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? MNO ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആണ്. NO പ്ലസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. 3 ഇലക്ട്രോൺ ഡോണർ ആണ്. ഇനി അതിനൊരു എക്സാമ്പിളും കൂടെ, FeCN 5 ടൈംസ് NO2 മൈനസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക. ആ എക്സാമ്പിളിന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ബെൻഡ് നൈട്രോസിൽ കോംപ്ലക്സ് ആണെങ്കിൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ 120 to 140 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ. NO എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? NO മൈനസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. 1 ഇലക്ട്രോൺ ഡോണർ ആണ്. എക്സാമ്പിളും കൊടുക്കുക. എക്സാമ്പിളിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് 2 കോളാക്കാം. 2 കോളോ 3 കോളോ ആക്കാം. പ്രോപ്പർട്ടി ലീനിയർ NO ബെൻഡ് NO എന്ന് പറഞ്ഞിട്ട് 3 കോളാക്കാം. അല്ലെങ്കിൽ 2 കോളാക്കാം. ലീനിയർ NO ബെൻഡ് NO. ലീനിയർ NOയിലാണെങ്കിൽ ഓക്സിഡേഷൻ ഫോം NO പ്ലസ് ആണ്. ബെൻഡിലാവുമ്പോൾ NO മൈനസ്. ഇലക്ട്രോൺ ഡൊണേഷൻ എങ്ങനെ, ജോമെട്രി എങ്ങനെ, മാഗ്നറ്റിക് നേച്ചർ എങ്ങനെ എന്നൊക്കെ എഴുതാൻ പറ്റും. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ഓൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ 5D ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ലോ എനർജി T2G ഓർബിറ്റൽസും ഹൈ എനർജി EG ഓർബിറ്റൽസും. ലോ എനർജി T2G ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ DXY DXZ DYZ ആയിരിക്കും. ഹൈ എനർജി EG ഓർബിറ്റൽസ് DX² - Y² DZ². അവിടുത്തെ എനർജി ഗ്യാപ്പ് ആണ് ΔO. പിന്നെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്തിനെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ΔO, പെയറിംഗ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യും. ഹൈ സ്പിൻ കോംപ്ലക്സസ് എങ്ങനെയാണ് പാരാമാഗ്നറ്റിക് ആയത് ആ കാര്യം എഴുതുക. ലോ സ്പിൻ കോംപ്ലക്സുകൾ എങ്ങനെ ഡയാമാഗ്നറ്റിക് ആയി, പിന്നെ അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ്, discuss the factors affecting the stability of metal complexes with reference to Irving Williams series. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റൽ കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി നമ്മുടെ ഇർവിംഗ് വില്യംസ് സീരീസ് വെച്ചിട്ട് എങ്ങനെയാണ് മെറ്റൽ കോംപ്ലക്സ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്താണ് ഇർവിംഗ് വില്യംസ് സീരീസ് എന്താണെന്ന് എഴുതുക. പിന്നെ ആ ഫാക്ടേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ആൻഡ് ഹൗ ഇറ്റ് അക്കൗണ്ട് ഫോർ ഹൈ സ്പിൻ ആൻഡ് ലോ സ്പിൻ കോംപ്ലക്സസ്. എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി? വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അത് എങ്ങനെയാണ് ഹൈ സ്പിൻ കോംപ്ലക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്താണ്? ടെട്രാഹെഡ്രൽ എന്താണ്? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ എന്താണ്, അവിടെ എക്സാമ്പിൾസ് എഴുതുമ്പോൾ നമുക്ക് ഒട്ടും മീൻസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് തന്നെ പഠിച്ചു വെക്കുക. അത് തന്നെ കവർ ചെയ്യാനും വേണ്ടിയിട്ട് നോക്കുക. വാട്ട് ആർ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര? ഹൗ ഡു ദേ ഡിഫർ ഫ്രം DD ട്രാൻസിഷൻസ്? എന്താണ് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര ഉണ്ട്, മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര. LMCT-യും ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര MLCT-യും രണ്ടും ഉണ്ട്. അത് എങ്ങനെയാണ് DD ട്രാൻസിഷൻ ഡിഫറെന്റ് ആണ്. DD ട്രാൻസിഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് കളേർഡ് കോംപ്ലക്സസ് ഫോം ചെയ്യുന്നത്? ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാസിഫൈ ബോറൈൻസ് ആൻഡ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് സ്ട്രക്ചർ ഓഫ് B10H14. ബോറൈൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണത്. ബോറൈൻസിന്റെ ജനറൽ ഫോർമുല ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. പിന്നെ B10H14 കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. ഡിസ്കസ് ദ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് സെലക്ടഡ് PN ആൻഡ് SN കോമ്പൗണ്ട്സ് ഓഫ് ഫോസ്ഫറസ്. ഏതെങ്കിലും കുറച്ച് കോമ്പൗണ്ട്സ് സെലക്ട് ചെയ്യുക, അതിന്റെ പ്രിപ്പറേഷൻസും പ്രോപ്പർട്ടീസും സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പ്രിപ്പറേഷൻസ് എല്ലാം ഒരു രണ്ടോ മൂന്നോ പ്രിപ്പറേഷൻ എഴുതുക. പ്രോപ്പർട്ടീസും ഒരു 5-6 പ്രോപ്പർട്ടീസ് എഴുതുക. സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ബോണ്ടിങ്ങും സ്ട്രക്ചർ ലാബിൽ ചെയ്തിട്ട് തന്നെ വരക്കണം. കൂടെ അതിന്റെ എന്ത് ചെയ്യണം? അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കണം. ഓക്കെ. സോ ഇനി ഫ്രീക്വൻസി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്? ഇപ്പം 18 ഇലക്ട്രോൺ റൂൾ ആൻഡ് മെറ്റൽ കാർബോണിൽസ് ആ ഒരു ക്വസ്റ്റ്യന് ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ക്വസ്റ്റ്യൻ 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 മാർക്ക് വരെ നമുക്ക് അതിനെ എക്സ്പെക്ട് ചെയ്യാം. പൈ കോംപ്ലക്സസ് ആൻഡ് DCD മോഡൽ, ദീവാർ ചാർട്ട് ഡെങ്കാൻസൺ മോഡൽ, അത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് 10 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ബെൻഡ് വേഴ്സസ് ലീനിയർ നൈട്രോസിൽസ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഒക്ടാഹെഡ്രൽ CFT ആൻഡ് മാഗ്നറ്റിസം ബ്ലോക്ക് 3 യൂണിറ്റ് 10 വരുന്ന ഒരു ടോപ്പിക് ആണ്. 5 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 8 മാർക്കിനോളം നമുക്ക് ആവറേജ് 8 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റെബിലിറ്റി ആൻഡ് ഇർവിൻ വില്യംസ് സീരീസ് CFSE, അത് ഈ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക് ആണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഹൈ ആൻഡ് ലോ സ്പിൻ കോംപ്ലക്സസ് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്ന ഒരു ടോപ്പിക് ആണ്. 2-4 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 8 മാർക്ക് ആവറേജ് 8 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജാൻ-ടെല്ലർ ഡിസ്റ്റോഷൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13 വരുന്ന ഒരു ടോപ്പിക് ആണ്. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര വേഴ്സസ് DD ട്രാൻസിഷൻ ബ്ലോക്ക് 4 യൂണിറ്റ് 15 വരുന്ന ഒരു ടോപ്പിക് ആണ്. 3 തവണയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആവറേജ് ഒരു 5 മാർക്കിന് നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ബോറൈൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 8 വരുന്ന ഒരു ടോപ്പിക് ആണ്. PN ആൻഡ് SN കോമ്പൗണ്ട്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്ന ഒരു ടോപ്പിക് ആണ്. 2-3 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഒരു 6-7 മാർക്കിന് നമുക്കതും ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും
സ്ട്രാറ്റജിക് ആയിട്ട് ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു 8 to 10 മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഓവറോൾ അതിനകത്ത് ഏതൊക്കെ കീ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യണം, നമ്മളൊരു ഓവറോൾ ഒരു ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് കീ ഹെഡിങ്സ് വരുന്നത്, ഡെഫിനീഷൻസ്, തിയറീസ്, എക്സാമ്പിൾസ് ഏതൊക്കെയാണ്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും ഫാബ്രിക്കേറ്റ് ചെയ്യുക ഒരു 250 വേർഡ്സിൽ. സോ ഇനി ഒരു എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ എല്ലാം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, CFSE 18 ഇലക്ട്രോൺ റൂൾ എന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ജസ്റ്റ് 18 ഇലക്ട്രോൺ റൂൾ എന്താണെന്ന് ചോദിച്ചാലും ഏതെങ്കിലും ഒരു 1-2 പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കണം. CFSEയിലും സെയിം 1-2 പ്രോബ്ലം നമ്മൾ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 നമ്മൾ ഒരുപാട് തവണ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു 1-2 പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് കാണിക്കുക. ഇങ്ങനെ സ്ട്രാറ്റജിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ essay ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഇത്ര ടൈം, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഇത്ര ടൈം, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ആയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ്, 10 മിനിറ്റ് മാക്സിമം, 5 to 10 മിനിറ്റ് നമുക്ക് സ്പെയർ കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈനലി നമുക്ക് കിട്ടുന്ന ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ബ്ലണ്ടർ എഴുതി വെച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും യൂണിറ്റ് വിട്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റിപ്പോയിട്ടുണ്ടോ, ഏതെങ്കിലും സബ് ടോപ്പിക്സ് വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും കീ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാനുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം ഹാളിൽ നിന്ന് അപ്പോൾ ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിന്റെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഏതൊക്കെയാണ് ഒരുപാട് തവണ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സ്. ഇപ്പൊ ഈ ടേബിൾ അനലൈസ് ചെയ്യുമ്പം 80% പ്രോബബിലിറ്റി വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ആൻഡ് ട്രാൻസിഷൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഹൈ കാറ്റഗറി വരുന്ന ഒരു ടോപ്പിക് ആണ്. അതുപോലെ തന്നെ ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ബേസിക് ഓർഗാനോ മെറ്റാലിക് കോൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്നൊരു ടോപ്പിക്. ഏകദേശം പ്രോബബിലിറ്റി പെർസെന്റേജ് 70% വരുന്നുണ്ട്. എന്നാൽ അതേസമയം ബ്ലോക്ക് 1 യൂണിറ്റ് 2 മോളിക്കുലർ structure and bonding, VSEPR, hybridization shapes, PN and SN compounds, preparation, bonding, reactivity എല്ലാം മീഡിയം റെലവൻസ് ആണ്. സെയിം മീഡിയം റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 8 മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബൊറൈൻസ് ആൻഡ് കാർബൊറൈൻസ്. എന്നാൽ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 മെറ്റൽ കാർബോണിൽസ് സ്ട്രക്ചർ ബോണ്ടിങ് 18 ഇലക്ട്രോൺ റൂള്. സെയിം യൂണിറ്റ് 6 ബ്ലോക്ക് 2 യൂണിറ്റ് 6 മെറ്റൽ പൈ കോംപ്ലക്സസ് ആൽക്കീൻസ് അരിൻസ് നൈട്രോസിൽസ്. ഇതെല്ലാം ഏകദേശം 90% നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഈ ഒരു ടോപ്പിക്സ് എന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഹൈ ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ലോ ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 മെറ്റൽ പൈ കോംപ്ലക്സസ് അഡ്വാൻസ്ഡ് സിസ്റ്റം. ഏകദേശം 30% അതിന്റെ ഒരു പ്രോബബിലിറ്റിയും വരുന്നുള്ളൂ. ഇനി ഇതുപോലെ ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ആൻഡ് CFSE ബേസിക്സ്. അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഡി മെറ്റൽ കോംപ്ലക്സസ് ഡീറ്റെയിൽഡ് മാഗ്നറ്റിക് ബിഹേവിയർ. 70 to 80% പ്രോബബിലിറ്റി ഉണ്ടതിന്. എന്നാൽ മീഡിയം കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 9 മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഹൈ ക്ലസ്റ്റേഴ്സ് വെയിറ്റ് ടൈപ്പ് ഐഡിയാസ്. 40% പ്രോബബിലിറ്റി വരുന്നുള്ളൂ. അതുപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 11 അപ്ലിക്കേഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് CFT. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ബേസിക്സ് ഓഫ് മാഗ്നറ്റോ കെമിസ്ട്രി, എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ്, മ്യൂ എഫക്റ്റീവ്, സ്പിൻ ഓൺലി വാല്യൂ. അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര ആൻഡ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. ഇതെല്ലാം മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ മോർ ദാൻ 70% പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ് ആണ് ഹൈ കാറ്റഗറിയിൽ വരുന്നത്. ഒരു 40 to 69% പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് ആണ് മീഡിയം കാറ്റഗറിയിൽ വരുന്നത്. എന്നാൽ ലെസ് ദാൻ 40% വരുന്ന ടോപ്പിക്സ് ആണ് ലോ കാറ്റഗറിയിൽ വരുന്നത്. ലോ കാറ്റഗറി അല്ലെങ്കിൽ മീഡിയം കാറ്റഗറി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. ഒരു തവണയെങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ടോപ്പിക്സ് തന്നെയാണത്. ബട്ട് നമുക്ക് പ്രയോറിറ്റി കുറച്ച് കുറവാണെന്ന് മാത്രം. ഓക്കെ, സോ
ഹൈ മീഡിയം ടോപ്പിക്സ് നമ്മൾ എന്ത് അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 8 തവണയോളം ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത ടോപ്പിക്സ് ആണ് ഒരു ഹൈ മീഡിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. ലോങ് ആൻസർ ഹൈ മീഡിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. 5 തവണ അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഷേപ്സ്, ബോണ്ട് ആംഗിൾസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഹൈ ടോപ്പിക്കിൽ വന്നിട്ടുള്ള അതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 കൂടുതൽ തവണയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി കോൺസെപ്ച്വൽ വൈസ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 തവണയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതും എന്താണ് 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അതെന്താണ് ഹൈ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ 18 ഇലക്ട്രോൺ റോള് അതിന്റെ എക്സാമ്പിൾസ് എല്ലാം ഏകദേശം ഒരു 10 പേപ്പറിൽ ഒരു 9 തവണയോളം എന്ത് ചെയ്തിട്ടുണ്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പൈ ബോണ്ടിങ് ആൻഡ് നൈട്രോസിൽ ആ ഒരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസും 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം ഹൈ അല്ലെങ്കിൽ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്സ് ആണ്. നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈ മീഡിയം കാറ്റഗറി ആക്കിയത് ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലോ കാറ്റഗറി എന്ന് പറയുമ്പോൾ 3 തവണയൊക്കെ അപ്പിയർ ചെയ്തിട്ടുള്ളത് ഹയർ പൈ കോംപ്ലക്സ് ഡീറ്റെയിൽസ്. അതുപോലെ 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ബൊറൈൻ ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചർ 5 to 6 മാർക്കിന്. 4 തവണ അപ്പിയർ ചെയ്ത ക്ലസ്റ്ററിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ലോ കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ഡയഗ്രാംസ് CFSE, പിന്നെ ലിമിറ്റേഷൻസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് CFT, സ്പിൻ ഓൺലി ഫോർമുല, മ്യൂ എഫക്റ്റീവ് കാൽക്കുലേഷൻസ് ഇതെല്ലാം നമ്മൾ ലോ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു മാനദണ്ഡമാണ് 4, 5, 6 തവണയൊക്കെയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ മാഗ്നറ്റിസം, കോൺഫിഗറേഷൻ, ഇതുപോലത്തെ തനാബെ സുഗാനോ ഡയഗ്രാം, അതുപോലത്തെ CT ബാൻഡ്സ്, DD ട്രാൻസിഷൻസ് ഇതെല്ലാം നമ്മളൊരു ലോ കാറ്റഗറി. സോ ലോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, നമ്മൾ അതും കവർ ചെയ്ത് പോകണം. അതും ചോദിക്കാൻ ഒരുപാട് തവണ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഇപ്പൊ ഹൈ പ്രയോറിറ്റിയിൽ കുറച്ച് യൂണിറ്റ്സിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1, 4, 5, 6, 10, 30 ഇതിനകത്തു നിന്നെല്ലാം ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ തവണയോ 10 to 15 മാർക്കിന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെഫിനിഷൻസും ഇക്വേഷൻസും അപ്പൊ ഈ AN റൂൾ ഒക്കെ ആണെങ്കിൽ 1, 2 വർക്ക്ഡ് പ്രോബ്ലംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യണം. എന്നാൽ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 2, 3, 8, 9, 11, 12, 14, 15 ഇതെല്ലാം. സോ ഇവിടുന്ന് നമ്മൾ ഡെഫിനിഷൻസും ചെറിയ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഷോർട്ട് നോട്ട് സ്റ്റൈൽ ഓഫ് ആൻസേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഇത്രയും യൂണിറ്റ്സ് യൂണിറ്റ് 2, 3, 8, 9, 11, 12, 14, 15 ഇത്രയും യൂണിറ്റ്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് സ്പെക്ട്ര, CFT ക്ലസ്റ്റേഴ്സ് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ ലോ പ്രയോറിറ്റിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എബിലിറ്റി, അതായത് ഒരു 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. സോ അത് എന്ത് ചെയ്യുക, ഹൈ പ്രയോറിറ്റി ടോപ്പിക്സും മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സും റിവിഷൻ കഴിഞ്ഞതിന് ശേഷം ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. ഓവറോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് 2 out of 2 hour ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. മാക്സിമം 50 മാർക്കാണ്. ഇവിടെ അറ്റംപ്റ്റ് എനി 5 questions, ആൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്, എല്ലാതും സെയിം മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. സോ ഏതെങ്കിലും 5 questions അപ്പിയർ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? Using it, discuss the variation of ionic radii for the divalent ions of the first row transition elements from Mn2+ to Zn2+. എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? അത് വെച്ചിട്ട് എന്ത് ഡിസ്കസ് ചെയ്യണം? അയോണിക് റേഡിയയിലുള്ള വാരിയേഷൻ, ഡൈവാലന്റ് അയോൺസിന്റെ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മാംഗനീസ് ടു സിങ്ക് ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഡൈവാലന്റ് അയോൺസിന്റെ അയോണിക് റേഡിയയിലുള്ള വാരിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനീഷ്യലി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണെന്ന് കൊടുക്കുക. അതായത് ഒരു മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. Z എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു Z മൈനസ് എസ്. Z എന്ന് പറയുന്നത് ആക്ച്വൽ ന്യൂക്ലിയർ ചാർജും S ഷീൽഡിംഗ് കോൺസ്റ്റന്റും ആയിരിക്കും. പിന്നെ ഡൈവാലന്റ് ആ ഒരു വാരിയേഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് തന്നെ പറയാം. Mn ആണെങ്കിൽ
Mn ആണെങ്കിൽ D5 ആണ്, Fe2+D6 ആണ്, CO2+D7, Ni2+. അവരുടെ കോൺഫിഗറേഷൻ ഓരോ എലമെന്റിന്റെയും കോൺഫിഗറേഷൻ പെർട്ടിക്കുലർലി കൊടുക്കുക. എങ്ങനെയാണ് അയണിക് റേഡിയർ ട്രെൻഡ് വരുന്നത്? ഗ്രാജുവൽ ഡിക്രീസ് ആണ്. Mn to CO2+ ഗ്രാജുവൽ ഡിക്രീസ് ആണ്. സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട് Zn2+ന്റെ അവിടെ. ആ ഒരു ഇൻക്രീസിന്റെ കാരണം എന്താണെന്നും കൂടെ എഴുതാം. പിന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? സോ ആ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്, അറ്റോമിക് നമ്പർ Mn to Zn ഇൻക്രീസ് ചെയ്യാണ്, ന്യൂക്ലിയർ ചാർജും സ്റ്റഡിലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുവർ ഷീൽഡിംഗ് ബൈ ഡി ഇലക്ട്രോൺസ്, ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. മെറ്റൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ അട്രാക്ഷൻ ഇൻക്രീസ്ഡ് എങ്ങനെയാണ്, അങ്ങനെ. പിന്നെ Zn2+ൽ വരുന്ന ഒരു എക്സെപ്ഷനും കൂടെ എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഫൈനൽ ആയിട്ട് ഒരു കൺക്ലൂഷനും കൂടെ കൊടുക്കുക. നെക്സ്റ്റ്, ഡിഫൈൻ അയണൈസേഷൻ എൻതാൽപ്പി, ഡിസ്ക്രൈബ് ആൻഡ് റേഷണലൈസ് ദ ജനറൽ ട്രെൻഡ് ആൻഡ് ടു ഇമ്പോർട്ടന്റ് അനോമലീസ് ഇൻ ദി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പീസ് ഓഫ് ദി ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ്. അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് gaseous atom in its ground state. M gives M++ ഇലക്ട്രോൺ. കറക്റ്റ് ഡെഫിനിഷൻ തന്നെ കൊടുക്കാം. അതായത് ലൂസ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ ഒരു ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് സിസ്റ്റം, അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി. ഇനി അയണൈസേഷൻ എനർജിയുടെ ട്രെൻഡ്, സ്കാൻഡിയം ടു സിങ്ക്. ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഷോ സ്ലോ ആൻഡ് ഇറഗുലർ ഇൻക്രീസ്. പിന്നെ സ്മാളർ വേരിയേഷൻ ആണ് കമ്പയർഡ് ടു എസ് ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ എന്തുകൊണ്ടാണ് സ്ലോ ഇൻക്രീസ്, എന്തുകൊണ്ടാണ് വരുന്നത്, ആ കാര്യം. ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് എന്തുകൊണ്ടാണ്, സൈമിൾട്ടേനിയസ് ഇൻക്രീസ് ഇൻ ഷീൽഡിംഗ്, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, അതൊക്കെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് അനോമലീസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അനോമലീസ് എന്ന് പറയുമ്പോൾ ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം, അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് കോപ്പർ, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. Next, using VSEPR theory, predict and explain the shape of SF4, ClF3 and XCF4. Indicate the position of lone pairs in each case with suitable sketches. VSEPR theory വെച്ചിട്ട് SF4ന്റെ, ClF3യുടെ, XCF4ന്റെ എല്ലാം ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലോൺ പെയറിന്റെ പൊസിഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് VSEPR തിയറി? ഇലക്ട്രോൺ പെയേഴ്സ്, അതായത് ബോണ്ടിങ് പെയേഴ്സിന്റെയും ബോണ്ട് പെയേഴ്സിന്റെയും ലോൺ പെയേഴ്സിന്റെയും അടിസ്ഥാനത്തിൽ ഒരു സെൻട്രൽ ആറ്റത്തിൽ എങ്ങനെയാണ് ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും റിപ്പൽഷൻ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ട് സ്ട്രക്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന തിയറിയാണ് VSEPR തിയറി. പിന്നെ ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ, ആ കാര്യം കൊടുക്കുക. SF4 ആണെങ്കിൽ സെൻട്രൽ ആറ്റം സൾഫർ ആയിരിക്കും, വാലൻസി ഓഫ് സൾഫർ 6 ആണ്, അവിടെ 4 ബോണ്ട് പെയർ ആണ്, 4 SF4 അല്ലേ, സോ 4 ബോണ്ട് പെയർ ആയിരിക്കും, ഒരു ലോൺ പെയർ ഉണ്ടാകും. സ്റ്റെറിക് നമ്പർ കൊടുക്കുക. ജോമെട്രി ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്, ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും ലോൺ പെയർ ടു മിനിമൈസ് റിപ്പൽഷൻ. സോ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആയതുകൊണ്ട് തന്നെ സീസോ ഷേപ്പ് ആയിരിക്കും. ഓക്കെ. പിന്നെ ClF3യുടെ ഇതുപോലെ സെൻട്രൽ ആറ്റം, അതിന്റെ വാലൻസ് ഇലക്ട്രോൺ, ബോണ്ട് പെയർ, ലോൺ പെയർ, സ്റ്റെറിക് നമ്പർ, ജോമെട്രി, മോളിക്യുലർ ടൈപ്പ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. XCF4ന്റെയും ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ്, ഔട്ട്ലൈൻ ദ പ്രിപ്പറേഷൻ ഓഫ് സൈക്ലിക് ഫോസ്ഫസീൻസ് ഓഫ് ദി ടൈപ്പ് NpCl2 thrice from phosphorus pentachloride and ammonia. Describe the essential feature of their structure and bonding, highlighting the role of d-pi-p-pi interaction. സൈക്ലിക് ഫോസ്ഫസീൻസിന്റെ പ്രിപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം പെർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ട് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡിൽ നിന്നും അമോണിയയിൽ നിന്നുള്ള സൈക്ലിക് ഫോസ്ഫസീൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. സോ അത് തന്നെ എഴുതണം, വേറെ പ്രിപ്പറേഷൻ എഴുതാൻ പറ്റൂല. പിന്നെ സ്ട്രക്ചറിലും ബോണ്ടിങ്ങിലും ഒക്കെ ഉള്ള അവരുടെ ഫീച്ചേഴ്സ് അവിടെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് d-pi-p-pi ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ്. സോ ആ പ്രിപ്പറേഷൻ ഏതായിരുന്നു? PCl5+ NH3 gives NpCl2 n times plus HCl. ഇവിടെ കൺട്രോൾഡ് ഹീറ്റിംഗ് ആണെങ്കിൽ സൈക്ലിക് ട്രൈമറും സൈക്ലിക് ടെട്രാമറും ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ NpCl2 ത്രൈസിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? 6 മെമ്പേർഡ് റിംഗ് ആയിരിക്കും വിത്ത് ആൾട്ടർനേറ്റീവ് P and N ആറ്റംസ്. ഈച്ച് P ആറ്റം 2 ക്ലോറിൻ ആറ്റം ആയിട്ടും 2 നൈട്രജൻ ആറ്റം ആയിട്ടും ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. പ്ലാനാർ സ്ട്രക്ചർ ആണ്, നിയർലി പ്ലാനാർ റിംഗ് സ്ട്രക്ചർ ആണ്. പിന്നെ d-pi-p-pi ഇന്ററാക്ഷന്റെ
ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറയാം. അതായത് നൈട്രജൻ എന്താണ്, പി ഓർബിറ്റലിൽ ഒരു ലോൺ പെയർ ഉണ്ട്, ഫോസ്ഫറസിന് വാക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. സോ ഡി പൈ പി പൈ ഓവർലാപ്പ് നടക്കും ബിറ്റ്വീൻ നൈട്രജന്റെ 2p ഓർബിറ്റലും ഫോസ്ഫറസിന്റെ 3d ഓർബിറ്റലും തമ്മിൽ. അങ്ങനെ ഒരു പി ഡബിൾ ബോണ്ട് എൻ എന്ത് ചെയ്യും, ഫോം ചെയ്യുന്നുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് describe the structure and bonding of dimeric aluminum chloride Al2Cl6 in vapor phase. Why is the bridge bond longer than terminal AlCl bond? ഡൈമറിക് അലുമിനിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചറും ബോണ്ടിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യണം. വേപ്പർ ഫേസിൽ ഉള്ളതാണ്, പെർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ബ്രിഡ്ജ് ബോണ്ട് ടെർമിനൽ ബോണ്ടിനെക്കാട്ടിലും ലോങ്ങർ ആയത്? സ്ട്രക്ചർ ഡൈമർ ആണ്. വേപ്പർ ഫേസിൽ 2 അലുമിനിയം ആറ്റംസ് 2 ക്ലോറിൻ ആറ്റംസ് ആയിട്ട് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാകും. ഈച്ച് അലുമിനിയം ആറ്റം ബോണ്ടഡ് ടു 2 ടെർമിനൽ Cl ആറ്റംസ് ആൻഡ് 2 ബ്രിഡ്ജിങ് Cl ആറ്റംസ്. ബ്രിഡ്ജിങ് Cl ആറ്റംസ് 3 സെന്റർ 4 ഇലക്ട്രോൺ ബോണ്ട് ആണ്. Al ആറ്റം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും, 6 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ Alന് ചുറ്റും. ഇനി എന്തുകൊണ്ടാണ് ബ്രിഡ്ജ് ബോണ്ട് ലോങ്ങർ ആയത്? ബ്രിഡ്ജിങ് ബോണ്ടിനകത്ത് ഇലക്ട്രോൺ ഷെയറിംഗ് ഉണ്ട്, ആ 3 ആറ്റംസിനകത്തും ഇലക്ട്രോൺ ഷെയറിംഗ് ഉണ്ട്. സോ ലോങ്ങർ ബോണ്ട് ആവും AlCl. ടെർമിനൽ AlClനെക്കാട്ടിലും ബ്രിഡ്ജ് ബോണ്ട് ലോങ്ങർ ആവും അല്ലെ? എന്തുകൊണ്ട്? ഇലക്ട്രോൺ ഷെയറിംഗ് ഉണ്ടായതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദി സിസ്റ്റമാറ്റിക് സ്റ്റെപ്സ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഓഫ് എ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ്, അപ്ലൈ ദം ടു ഒബ്റ്റെയിൻ EAN വാല്യൂസ്. എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ, അതായത് ഈ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഇത്രയും കോമ്പൗണ്ട്സിന്റെ FeCO5 CrNH3 6 times 3+C MnCO 5 times Br, ഇതിന്റെ എല്ലാം EAN റൂള് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും കൂടെ വേണം Z എഫക്റ്റീവ്. സോ ഫസ്റ്റ് വരുന്നത് EAN റൂളിലെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? നമ്മൾ അറ്റോമിക് നമ്പർ ഓഫ് മെറ്റൽ ഫസ്റ്റ് നമ്മൾ എഴുതും, പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സബ്സ്ട്രാക്ട് ചെയ്യും, ഇലക്ട്രോൺസ് ഓരോ ലിഗാൻഡും ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആഡ് ചെയ്യും, നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആയിട്ട് കമ്പയർ ചെയ്യും. സോ FeCO 5 times ആകുമ്പോൾ Fe26 ആണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. CO എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാകും. സോ 5 CO ഉണ്ടായതുകൊണ്ട് തന്നെ 5 into 2 10 ഇലക്ട്രോൺ വരും. ഈ AN എന്ന് പറയുന്നത് 26 + 10 ആയിരിക്കും. ഇനി CrNH3 ഇതുപോലെ CRന്റെ എഴുതുക, CRന്റെ അറ്റോമിക് നമ്പർ എഴുതുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക, NH3 എത്ര ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും അത് ആഡ് ചെയ്യുക. എല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് പ്രോബ്ലംസ് അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് Tolman cone angle of a phosphazine ligand? Explain how cone angle and Tolman electronic parameter together helping choosing ligands for catalytic complexes. Illustrate your answer with PPH3 and PTU-BU thrice. എന്താണ് ടോൾമാൻ കോണാങ്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടോൾമാൻ കോണാങ്കിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ടോൾമാൻ കോണാങ്കിൾ വരക്കണം, അതിനകത്ത് തീറ്റ സ്പെസിഫൈ ചെയ്ത് ലാബിൽ ചെയ്ത് കാണിക്കണം. പിന്നെ ടോൾമാൻ കോണാങ്കിളിന്റെയും ടോൾമാൻ ഇലക്ട്രിക് പാരാമീറ്ററും എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ PPH3യും PTU-BU thrice, ടെർഷ്യറി ബ്യൂട്ടൈൽ ത്രൈസ് ആണത്. അത് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഇലസ്ട്രേറ്റ് ചെയ്യും കൂടെ ചെയ്യുക. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഹാപ്റ്റിസിറ്റി ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ലിഗാൻഡ്സ്, ഇൻഡിക്കേറ്റ് പോസിബിൾ ഹാപ്റ്റിസിറ്റി ആൻഡ് കമന്റ് ബ്രീഫ്ലി ഓൺ ദയർ എഫക്ട് ഓഫ് ഇലക്ട്രോൺ കൗണ്ട്. ഹാപ്റ്റിസിറ്റി എന്താണ്? ഈറ്റ, ആ ഒരു സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ആണല്ലോ ഹാപ്റ്റിസിറ്റി. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ അയോൺസിന്റെയും കേസിൽ എങ്ങനെയായിരിക്കും ഹാപ്റ്റിസിറ്റി വരുന്നത് അത് കണ്ടുപിടിക്കും കൂടെ ചെയ്യാം. Then distinguish between metalloboranes and metallocarboranes with respect to framework, electron counting and typical examples. How does the presence of carbon affect the stability and റിയാക്ടിവിറ്റി ഓഫ് ദി ക്ലസ്റ്റേഴ്സ്? മെറ്റാലോബോറൈൻസ് എന്താണ്? മേ ബി ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ടേബിൾ ആക്കിയിട്ട് എഴുതാം, 2 കോൾ ആക്കിയിട്ട് മെറ്റാലോബോറൈൻസ് എന്താ, മെറ്റാലോ കാർബോറൈൻസ് എന്താണെന്ന് എഴുതാം. എഴുതുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടും കവർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് അവിടുത്തെ ഇലക്ട്രോൺ കൗണ്ടിങ്ങും അതിന് പറ്റിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും. പിന്നെ എങ്ങനെയാണ് കാർബണിന്റെ എഫക്ട് സ്റ്റെബിലിറ്റിക്കും റിയാക്ടിവിറ്റിനെയും, അതായത് ആ ഒരു ക്ലസ്റ്ററിന്റെ സ്റ്റെബിലിറ്റിയെയും റിയാക്ടിവിറ്റിനെയും കാർബൺ എഫക്ട് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുക. സ്റ്റേറ്റ് ദ കേപ്പിംഗ് റൂൾ ഫോർ മെറ്റൽ കാർബോണിൽ ക്ലസ്റ്റേഴ്സ്. ഇലസ്ട്രേറ്റ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ബൈ ഡിസ്കസിംഗ് ദ സ്ട്രക്ചർ ആൻഡ് ഇലക്ട്രോൺ കൗണ്ട് ഓഫ് എനി വൺ ട്രയാങ്കുലർ ഓർ ടെട്രാഹെഡ്രൽ കാർബോണിൽ ക്ലസ്റ്റർ ഓഫ് എ
ഗ്രൂപ്പ് 8 ഓർ ഗ്രൂപ്പ് 9 മെറ്റൽ ക്യാപ്പിംഗ് റൂൾ സ്റ്റേറ്റ് ചെയ്യണം. മെറ്റൽ കാർബോണിൽ ക്ലസ്റ്റേഴ്സിന്റെ ക്യാപ്പിംഗ് റൂൾ സ്റ്റേറ്റ് ചെയ്യണം. അതിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പം സ്ട്രക്ചറും ഇലക്ട്രോൺ കൗണ്ടും ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ട്രയാങ്കുലർ കാർബോണിൽ ക്ലസ്റ്ററോ ടെട്രാഹെഡ്രൽ കാർബോണിൽ ക്ലസ്റ്ററോ എടുത്തിട്ട് അതും കൂടെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. Then next, explain Jahn-Teller effect in octahedral D-ion complexes such as CuH2O 6 times 2 plus or CuCl 4 times 2 minus. How does the distortion influence and observed spectra and magnetic properties? Jahn-Teller effect നെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ Jahn-Teller effect എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നോൺ ലീനിയർ കോംപ്ലക്സ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, ഇലക്ട്രോൺസിന് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഏതെങ്കിലും ഒരു നോൺ ലീനിയർ കോംപ്ലക്സ് എന്ത് ചെയ്യും, അതിന്റെ ഓർബിറ്റൽസ് ഡീജനറേറ്റ് ചെയ്യുമ്പം ജോമെട്രിക്കൽ ഡിസ്റ്റോർഷൻ സംഭവിക്കും ടു ലോവസ്റ്റ് എനർജി. D9 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെ ആപ്ലിക്കേഷൻ, ഇപ്പൊ Cu2+ ആണെങ്കിൽ അവിടെ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് നടക്കും. T2G6 ഉം EG3 ആയിരിക്കും വരുന്നത്. EG ലെവൽ എന്ന് പറയുമ്പോൾ dx² - y² dz² ആണ്. അവിടെ അൺഈവൻലി ഓക്യുപ്പൈ ചെയ്തിട്ടാണ്. സോ അതെന്ത് ചെയ്യും, ഇൻസ്റ്റെബിലിറ്റി കാരണമാകും. സോ അവിടുത്തെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഒന്ന് ആക്സിയൽ ഇലോങ്ങേഷൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡിസ്റ്റോർഷന്. 2 ആക്സിയൽ ബോൺസ് ലാർജർ ആകും, ഇക്വിറ്റോറിയൽ ബോൺസ് ഷോർട്ടർ ആകും. സോ ജോമെട്രി എന്ത് ചെയ്യും, ടെട്രഗണലി ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൺ ആയിട്ട് മാറും. CuH2O 6 times 2 പ്ലസിന്റെ കാര്യങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. പിന്നെ എന്താണ് ഇലക്ട്രോണിക് സ്പെക്ട്രയിൽ വരുന്ന എഫക്ട്, ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഇൻക്രീസ് ചെയ്യും, സിംഗിൾ ബ്രോണ്ട് അബ്സോർപ്ഷൻ ബാൻഡ് കിട്ടും ഇൻസ്റ്റെഡ് ഓഫ് ഷാർപ്പ് ട്രാൻസിഷൻസ്. പിന്നെ അസിമെട്രിക് ആൻഡ് ബ്രോഡൻഡ് സ്പെക്ട്ര ആയിട്ട് മാറും. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ വരുന്ന എഫക്ട്, D9 ആവുമ്പോൾ അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആയിരിക്കും. സോ പാരാമാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് മൊമെന്റ് എങ്ങനെയായിരിക്കും, ഏകദേശം അതിന്റെ ഒരു വാല്യൂ എങ്ങനെയായിരിക്കും എന്നും കൂടെ എഴുതാം. നെക്സ്റ്റ്, സ്കെച്ച് ക്വാളിറ്റേറ്റീവ്ലി ദ വേരിയേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പീസ് ഫോർ ക്ലോറൈഡ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഡൈവാലന്റ് മെറ്റൽ അയോൺസ് ഫ്രം Mn2+ to Zn2+. Interpret the shape of the curve in terms of crystal field stabilization energy. അതായത് ലാറ്റിസ് എൻതാൽപ്പിയുടെ വേരിയേഷൻസ്, ഫസ്റ്റ് ഓർഡർ ഡൈവാലന്റ് മെറ്റൽ അയോൺസിന്റെ ലാറ്റിസ് എൻതാൽപ്പി വേരിയേഷൻസ് ഷേപ്പ് ഇന്റർപ്രറ്റ് ചെയ്യണം. ആ കർവിൽ വരുന്ന ആ കർവ് ഇന്റർപ്രറ്റ് ചെയ്യാനുണ്ട് ഇൻ ടേംസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. സോ ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻക്രീസസ് തന്നെയാണ്. Mn2+ to Zn2+ ഇൻക്രീസസ് ആണ്, ബട്ട് സ്മൂത്ത് ലാറ്റിസ് എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യാനാണ്, ബട്ട് ഒരു സ്മൂത്ത് വേരിയേഷൻ അല്ല. ഗ്രാജുവലി Mn to നിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. മാക്സിമം വരുന്നത് നിക്കലിന്റെ അവിടെയാണ്. പിന്നെ ചെറിയൊരു ഡിക്രീസ് കാണിക്കുന്നുണ്ട് സിയുന്റെ അവിടെ. പിന്നെ വീണ്ടും ഡിക്രീസ് ചെയ്യുന്നുണ്ട് Zn2+ന്റെ അവിടെ. പിന്നെ CFSE വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ആ CFSEയുടെ വാല്യൂസ് നിങ്ങൾക്ക് കൊടുക്കാം. അതായത് Mn2+ ആകുമ്പോൾ D5 ആണ്, സോ 0 ആയിരിക്കും CFSE. Fe2+ ആകുമ്പോൾ D6 ആയിരിക്കും, സോ 0.4 ΔO ആയിരിക്കും. ആ കാര്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും CFSE ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ലാറ്റിസ് എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാക്സിമം എവിടെയാണ്, Jahn-Teller ഡിസ്റ്റോർഷൻ വരുന്നത് എവിടെയാണ്, 0 വരുന്നത് എവിടെയാണ്, അല്ലെ CFSE 0 ആവുന്നത് എവിടെയാണ്, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്കസ് ദി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനോയിഡ് അയോൺസ് എംഫസൈസിംഗ് ദി റോൾ ഓഫ് 4f ഓർബിറ്റൽസ്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആൻഡ് ദി യൂസ് ഓഫ് റസൽ സാൻഡേഴ്സ് ഗ്രൗണ്ട് ടേം ഇൻ പ്രഡിക്റ്റിംഗ് മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനോയിഡ്സ് ഡിസ്കസ് ചെയ്യണം. പിന്നെ 4f ഓർബിറ്റൽസിന്റെ റോള്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്, റസൽ സാൻഡേഴ്സ് ഗ്രൗണ്ട് ടേം, മാഗ്നറ്റിക് മൊമെന്റ്സ് പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ. സോ ലാന്തനോയിഡ്സിന്റെ ജനറൽ മാഗ്നറ്റിക് ബിഹേവിയർ, ലാന്തനോയിഡ്സ് പാരാമാഗ്നറ്റിസ് ആണ് കാണിക്കുന്നത്. മാഗ്നറ്റിസം 4f ഇലക്ട്രോൺസിൽ എത്തുമ്പോൾ എറൈസ് ചെയ്യും. ദെൻ എന്താണ് 4f ഇലക്ട്രോൺസിന്റെ റോള്, ഡീപ്ലി ബറീഡ് ആണ്, 5s ഉം 5pയും ഷീൽഡ് ചെയ്തിട്ടുണ്ട്, വീക്ക് ലിഗാൻഡ് ഫീൽഡ് ആയിരിക്കും, ആൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലിഗാൻഡ് എൻവിറോൺമെന്റ്, മാഗ്നറ്റിക് മൊമെന്റ്. പിന്നെ സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിലോട്ട് വരുമ്പോൾ സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് സ്ട്രോങ്ലി കപ്പിൾഡ് ആയിരിക്കും ലാന്തനോയിഡ്സിൽ. ഓർബിറ്റൽ ക്വഞ്ചിങ് ഒന്നും തന്നെ നടക്കുന്നില്ല. പിന്നെ മാഗ്നറ്റിക് മൊമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തെ ആയിരിക്കും.
റസൽ സാൻഡേഴ്സ് LS കപ്ലിങ്ങിലോട്ട് വരുമ്പോൾ ഗ്രൗണ്ട് ടേം ആയിരിക്കും മാക്സിമം സ്പിന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്, മാക്സിമം ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കറിയാം J is equal to മോഡുലസ് L മൈനസ് എസ് ആണ്. ഹാഫ് ഫീൽഡ് ഷെൽസ് ലെസ് ദാൻ ഹാഫ് ഫീൽഡ് ഷെൽ ആണെങ്കിൽ L+S ആയിരിക്കും മോർ ദാൻ ഹാഫ് ഫീൽഡ് ഷെല്ല്. പിന്നെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കൂടെ കൊടുക്കാം. ദാറ്റ് ഈസ് mu is equal to GJ square root of J into J+1 Bohr magneton. Next question. With a suitable illustration, explain super exchange model for antiferromagnetic interaction in mu-oxo bridged transition metal complexes. Show the relative spin orientation of the metal centers. Super exchange model ആണ് antiferromagnetic interaction. So super exchange interaction എന്ന് വെച്ചാൽ indirect magnetic interaction between two metal ions mediated through a non-magnetic bridging ligand. അല്ലെ, കോമൺലി ത്രൂ ഓക്സിജൻ. mu oxo bridged complex MOM കോംപ്ലക്സുകളാണ്. M ആയിരിക്കും ട്രാൻസിഷൻ മെറ്റൽ. സോ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും, രണ്ട് മെറ്റൽസിന്റെ ഇടയിൽ ബ്രിഡ്ജ് ആയിട്ട് നിൽക്കും. ഇവിടെ ഡയറക്റ്റ് മെറ്റൽ ഓവർലാപ്പ് ഇല്ല. ഇവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടാവുക ബൈ ദി ഓവർലാപ്പ് ഓഫ് മെറ്റൽ D ഓർബിറ്റൽസ് വിത്ത് ഓക്സിജൻ P ഓർബിറ്റൽസ് ആണ്. ഇത് ആന്റി പാരലൽ അലൈൻമെന്റിന് കാരണമാകും. സോ ഇവിടുത്തെ സ്പിൻ ഓറിയന്റേഷൻ മെറ്റല് ഇപ്പം ഒരു മെറ്റലിന്റെ സ്പിന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരു മെറ്റലിന്റെ സ്പിന്ന് MOM അല്ലേ, അതിനകത്ത് ഒരു മെറ്റൽ പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരു മെറ്റൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. സോ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 അല്ലേ. സോ കോംപ്ലക്സ് എക്സിബിറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ആന്റി ഫെറോ മാഗ്നറ്റിസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് a vanadium 3 octahedral complex D2 shows 2 spin allowed absorption band at 18,000 centimeter inverse and 25,000 centimeter inverse. Using Tanabe-Sugano diagram for D2 system, outline the procedure for estimating 10 DQ and rack parameter B for this data. Okay, so ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ vanadium അയോണിൻ്റെത് 3+ ആണ്. ഡി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ D2 ആയിരിക്കും. ജോമെട്രി ഒക്ടാഹെഡ്രൽ ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത് T1G(F3) ആയിരിക്കും. സോ സ്പിൻ D2 ഒക്ടാഹെഡ്രലിന്റെ സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് തനാബെ സുഗാനോ ഡയഗ്രത്തിൽ നമുക്കറിയാം T1G(F3) to T2G(F3) ആണ് ലോ എനർജി ബാൻഡ്. പിന്നെ T1G(F3) to A2G(3) ഹൈ എനർജി ബാൻഡും. സോ ആ രണ്ട് ബാൻഡാണ് 18,000 സെന്റിമീറ്റർ ഇൻവേഴ്സും 25,000 സെന്റിമീറ്റർ ഇൻവേഴ്സും. പിന്നെ 10 DQ ആൻഡ് B അതെങ്ങനെ വന്നു ആ ഒരു എസ്റ്റിമേഷൻ. ഇപ്പൊ 18,000 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ T1G(3F2) T2G(F3) ആണ് ട്രാൻസിഷൻ എന്ന് അസ്യൂം ചെയ്യുക. 25,000 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ T1G(F3) to A2G(F3) ആണ് ട്രാൻസിഷൻ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേഷ്യോ എന്തായിരിക്കും, 25,000/10,000 അപ്രോക്സിമേറ്റ്ലി 1.39 ആണ്. സോ നമ്മൾ തനാബെ സുഗാനോ ഡയഗ്രത്തിൽ 1.39 ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 10 DQ/B is equal to 120 എന്ന് നമ്മൾ എടുത്താൽ അപ്രോക്സിമേറ്റ്ലി 20. സോ നമ്മൾ അവിടുന്ന് B കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 20,000 അതായത് 18,000/9 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ദി സർക്കുലർ ഡൈക്കോറിസം സ്പെക്ട്ര ഓഫ് delta and lambda isomers of a chiral tris bidentate cobalt 3 complex show Cotton effect of opposite sign for lowest energy band. Explain how the sign of Cotton effect is related to absolute configuration and how much information can be used to distinguish Fak and Mer geometries in octahedral complex. Just Cotton effect, circular dichorism കോട്ടൺ എഫക്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സർക്കുലർ ഡൈക്കോറിസം മെഷർ ചെയ്യുന്നത് ഡിഫറൻസ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. കോട്ടൺ എഫക്റ്റ് അപ്പിയർ ചെയ്യാന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പീക്ക് നിയർ ഇലക്ട്രോണിക് ട്രാൻസിഷൻ. പിന്നെ ഡെൽറ്റ ലാംഡ ഐസോമേഴ്സിനെ കുറിച്ചൊന്ന് പറയാം. റിലേഷൻ ബിറ്റ്വീൻ കോട്ടൺ എഫക്റ്റും അബ്സല്യൂട്ട് കോൺഫിഗറേഷനും തമ്മിലുള്ള റിലേഷൻ പറയാം. ഫാക്മർ ഐസോമേഴ്സിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക, ആപ്ലിക്കേഷനും കൂടെ പറയാം. ഓവറോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് കവർ ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓവറോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെ തന്നെ വരട്ടെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് മാക്സിമം വരട്ടെ ക്വസ്റ്റ്യൻസ് എല്ലാം. സോ ഒരുപാട് പേര് എഴുതുന്ന ഒരു പേപ്പറാണ് ഇനോർഗാനിക് കെമിസ്ട്രി. എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ടൈം എടുത്ത് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും വളരെ ക്ലിയർ ആയിട്ട് വായിച്ച്
വളരെ കോൺഫിഡൻസോട് കൂടെ തന്നെ എക്സാംസിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, ബാക്കി തരാനുള്ളത് ദൈവമല്ലേ, ദൈവം തന്നോളൂ. ഓക്കെ, സോ അതിനെ കുറിച്ചൊന്നും ഓവറായിട്ട് ഒട്ടും സ്ട്രെസ്ഡ് ആവാതെ വളരെ ഫ്രീ ആയിട്ട് തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്ട്രെസ്ഡ് ആയാലും നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടെ മറന്നു പോകും. പിന്നെ ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അപ്പിയർ ചെയ്യുക. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് അപ്പിയർ ചെയ്യുക. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ദി ഹോൾ ലേൺ വൈസ് ടീം. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.